Good morning. ഓക്കെ, എത്ര പേരായി? 17 പേരായി അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ക്വാളിറ്റി മാനേജ്മെന്റില് ക്വാളിറ്റി അഷുറൻസ് അല്ലെ? ക്വാളിറ്റി അഷുറൻസ് എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞത്? Is a way of preventing mistakes and defects in manufactured products and services to customers. Like, എന്താണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്? കസ്റ്റമേഴ്സിനായിട്ടുള്ള ഒരു ഉൽപ്പന്നങ്ങളിലോ പ്രൊഡക്ട്സിലോ കൊടുക്കുന്ന സർവീസുകളിലോ ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകള് അല്ലെങ്കിൽ ഡിഫക്ട്സുകള് തടയുന്ന ഒരു മാർഗമാണ് എന്ത്? ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് അല്ലെ? Preventing mistake and defects in manufactured product and service to ആർക്കാണ്? കസ്റ്റമേഴ്സ് അല്ലെ? അത് പേഷ്യന്റ്. കസ്റ്റമർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് തന്നെയാണ് അല്ലെ? അപ്പൊ കസ്റ്റമേഴ്സിനായിട്ടുള്ള ഒരു പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസുകളോ ആ കൊടുക്കുന്ന സേവനങ്ങളിലോ ഉണ്ടാകാവുന്ന മിസ്റ്റേക്കുകള് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്ട്സുകള് ഒക്കെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മാർഗമാണ് ക്വാളിറ്റി അഷുറൻസ്. ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നല്ലോ. ക്വാളിറ്റി അഷുറൻസ് കാണാനുള്ള ഇക്വേഷൻ ഏതായിരുന്നു? എന്തായിരുന്നു? ക്വാളിറ്റി കൺട്രോൾ പ്ലസ് GMP അല്ലെ? ക്വാളിറ്റി കൺട്രോൾ പ്ലസ് GMP. കഴിഞ്ഞ ദിവസത്തെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നോ? ചെയ്തായിരുന്നോ? യെസ്. അതിനകത്ത് ഈ ഇക്വേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ പ്ലസ് GMP ആണ്. Then GMP എന്താണ്? എക്സ്പാൻഡഡ് ഫോം. അവിടെ ആദ്യം ചോദിക്കാം എന്താണ്? ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ്. ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് GMP. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പർപ്പസിലെ 2 പോയിന്റും കൂടി പറഞ്ഞായിരുന്നു അല്ലെ? എന്താണ് പർപ്പസ് അല്ലെ? ക്വാളിറ്റി അഷുറൻസിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്താ? ഹെൽപ്പ് എക്സസൈസ് എ റെഗുലേറ്ററി ഫംഗ്ഷൻ. ഒരു നിയന്ത്രണ പ്രവർത്തനം നടത്താനായിട്ട് സഹായിക്കുന്നു അല്ലെ? ഒരു കൺട്രോൾ മെത്തേഡ്, ഒരു നിയന്ത്രണ പ്രവർത്തനം നടത്താൻ ക്വാളിറ്റി അഷുറൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് എന്താ പറഞ്ഞ? ഹെൽപ്പ് പേഷ്യൻസ് ബൈ ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് കെയർ. ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പേഷ്യൻസിനെ. എന്തിനു വേണ്ടിയിട്ടാ? ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? ക്വാളിറ്റി ഓഫ് കെയർ ഇംപ്രൂവ് ചെയ്ത് പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ പോയിന്റ്. 2 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞ കേട്ടോ. ഫസ്റ്റ് എന്താ? ഹെൽപ്പ് എക്സസൈസ് എ റെഗുലേറ്ററി ഫംഗ്ഷൻ. സെക്കൻഡ് വൺ ഹെൽപ്പ് പേഷ്യന്റ് ബൈ ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് കെയർ. ജസ്റ്റ് പർപ്പസ് ഒക്കെ ഈ പോയിന്റുകൾ വെറുതെ ഒന്ന് നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. എന്താണ് ഇനി അഥവാ ചോദിക്കാൻ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ. ഫുള്ള് ബൈഹാർട്ട് ചെയ്യേണ്ട, ഓപ്ഷൻസ് അവിടെ ഉണ്ടാവും. നമ്മുടെ ആൻസർ അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഒരു റെഗുലേറ്ററി ഫംഗ്ഷൻ അല്ലെ? ഒരു നടത്താനായിട്ട് സഹായിക്കുന്നു. പിന്നെ പേഷ്യൻസിനെ സഹായിക്കുന്നു. ഹെൽപ്പ് പേഷ്യൻസ് ബൈ ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് കെയർ. ഇനി തേർഡ് പോയിന്റ് ആണ് bring to notice of hospital administration about the deficiencies and in correcting the positive factors. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ എന്തെങ്കിലും ഡെഫിഷ്യൻസികള്, പോരായ്മകള്, ഇതിനെ കുറിച്ചാണ്. about the deficiencies, എന്തെങ്കിലും പോരായ്മകളെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന സംഭവങ്ങള്, പോസിറ്റീവ് ഫാക്ടേഴ്സ്, അതിന് കാരണമാകുന്ന എന്തെങ്കിലും ഘടകങ്ങളെ കുറിച്ചും അത് ഹോസ്പിറ്റൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഭരണത്തിന്റെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക.
എന്തെങ്കിലും ഡെഫിഷ്യൻസികൾ കണ്ടെത്തുവാണെങ്കിൽ അതിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിന് പറ്റുന്ന ഫാക്ടേഴ്സ് അല്ലെ, എന്തെങ്കിലും ഡെഫിഷ്യൻസി കണ്ടെത്തി അതിനെ പരിഹരിക്കണമല്ലോ അല്ലെ. അപ്പൊ അതിനെ അങ്ങനെ അതിന്റെ പോരായ്മകൾ നമ്മൾ കണ്ടെത്തുവാണെങ്കിൽ അതിന് ഈ കറക്റ്റിംഗ് ദ പോസിറ്റീവ് ഫാക്ടേഴ്സ് അല്ലെ, അത് കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന് കാരണമാകുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. Bring to notice of hospital administration. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇനി restricting undesirable procedures. Restricting എന്താണ്, നിയന്ത്രിക്കുക. Restricting നിയന്ത്രിക്കുക. Desirable undesirable എന്നാണോ, undesirable എന്ന് വെച്ചാൽ അഭികാമ്യമല്ലാത്ത പ്രൊസീജിയേഴ്സ്. അപ്പോ അനിവാര്യമല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള നടപടിക്രമങ്ങള് എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. ഓക്കെ, restricting undesirable procedures. നമുക്ക് ആവശ്യമില്ലാത്തത് കേട്ടോ, അല്ലെങ്കിൽ അഭികാമ്യമല്ലാത്തത്. ഓരോന്നിനും അതിന് കറക്റ്റ് ആയിട്ട് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഓരോ നടപടിക്രമങ്ങളുണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസിനും ഓരോ പോളിസി പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് അഭികാമ്യമല്ലാത്ത പ്രൊസീജിയറിനെ എന്ത് ചെയ്യുക, നിയന്ത്രിക്കുക. റെസ്ട്രിക്റ്റിംഗ് നിയന്ത്രണം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, അസസ് കോമ്പിറ്റൻസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് സെർവ് ആസ് ആൻ ഇംപെൽസ്. ഇംപെൽസ് എന്ന് പറഞ്ഞാൽ പ്രേരണ. serve as an impetus to keep up to date and preventive future mistake. എന്തിനെ സഹായിക്കുക, അസസ് ചെയ്യുക. എന്തിനെ, കോമ്പിറ്റൻസ് ഓഫ് മെഡിക്കൽ സ്റ്റാഫ് അല്ലെ, മെഡിക്കൽ സ്റ്റാഫിന്റെ കഴിവിനെ അസസ് ചെയ്യുക. അസസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, വിലയിരുത്തുക. മെഡിക്കൽ സ്റ്റാഫിന്റെ കഴിവിനെ അസസ് ചെയ്യുക, വിലയിരുത്തുക. എന്തിനാ, about the deficiency, assess competence of medical staff അല്ലെ. ആ പോയിന്റ് അല്ലേ നമ്മൾ പറഞ്ഞത്, എത്രാമത്തെ 1 3 4 5 അഞ്ചാമത്തെ പോയിന്റ് പറഞ്ഞത് അല്ലെ. അപ്പൊ നമ്മൾ മെഡിക്കൽ സ്റ്റാഫിന്റെ കഴിവിനെ നമ്മൾ എന്ത് ചെയ്യുക, വിലയിരുത്തുക. സെർവ് ആസ് ആൻ ഇംപെൽസ് ടു കീപ് അപ് ടു ഡേറ്റ് അല്ലെ, അന്നന്നത്തുള്ള കാര്യങ്ങള്, അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങള്, പിന്നെ ഫ്യൂച്ചറിലുള്ള മിസ്റ്റേക്കുകൾ തടയാനുള്ളത്, അതിന് പ്രേരണ കൊടുക്കുന്ന അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ തടയുന്നതിനുള്ള ഒരു പ്രേരണയായിട്ട് എന്ത് ചെയ്യുക, നമ്മളത് സെർവ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ കീപ്പ് ചെയ്യാനും പിന്നെ ഫ്യൂച്ചറിൽ വരുന്ന മിസ്റ്റേക്കുകൾ തടയുന്നതിനുമുള്ള ഒരു പ്രേരണയായി വർത്തിക്കുക. അപ്പോ അങ്ങനെ നമ്മൾ മെഡിക്കൽ സ്റ്റാഫിന്റെ കഴിവുകളെ എന്ത് ചെയ്യുക, വിലയിരുത്തുക. അഞ്ചാമത്തെ പോയിന്റ് കിട്ടിയോ നോക്കിയേ, അസസ് കോമ്പിറ്റൻസ് ഓഫ്. കോമ്പിറ്റൻസ് എന്ന് പറഞ്ഞാൽ കഴിവാണ് കേട്ടോ. മെഡിക്കൽ സ്റ്റാഫിന്റെ കഴിവിനെ വിലയിരുത്തുക. കിട്ടിയോ, മെഡിക്കൽ സ്റ്റാഫിന്റെ കഴിവിനെ വിലയിരുത്തുക. സെർവ് ആസ് ആൻ, എന്തിനുള്ള ഒരു പ്രേരണയായി നിൽക്കുക, നമ്മള് അവരുടെ സ്റ്റാഫുകള് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ കീപ്പ് ചെയ്യാനും പിന്നെ ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന മിസ്റ്റേക്കുകളെ പ്രിവെന്റ് ചെയ്യാനുമുള്ള, തടയാനുമുള്ള ഒരു പ്രേരണയായിട്ടേ. അപ്പൊ അതിന് വേണ്ട ഹെൽപ്പുകൾ കൊടുത്ത് അല്ലെങ്കിൽ അതിനൊരു പ്രേരണയായിട്ട് വർത്തിക്കുക. Then eliminating medical errors, adverse drug events and HAI. HAI എന്താ, ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ അല്ലെ. നമ്മൾ പഠിച്ചതല്ലേ, HAI പഠിച്ചതാണ് ഒരു ചാപ്റ്റർ അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നും അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ. അപ്പൊ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഇല്ലാതാക്കുക. ഇതിനെയാണ് മെഡിക്കൽ ഇററുകള് അല്ലെ, ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന മെഡിക്കൽ ഇററുകള്. പിന്നെ ചിലതൊക്കെ അഡ്വേഴ്സ് ഡ്രഗ് ഇവന്റ്സ് ഉണ്ടാവുമല്ലോ, മരുന്നുകളോടുള്ള വല്ല അലർജിയോ അങ്ങനെയുള്ള എന്താ പറയാ ഒരു പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക, അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക. അപ്പൊ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഉറപ്പുവരുത്തുകയാണ് അല്ലെ, പർപ്പസ് ആണ് നമ്മൾ പറയുന്നത്. ക്വാളിറ്റി അഷുറൻസിന്റെ പർപ്പസ് എന്താ, ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്യാൻ പറ്റും.
ഇനി to meet the rising expectation of customers of quality of services, നമ്മള് quality of services സേവനത്തിന്റെ നിലവാരത്തെ കുറിച്ച് കൺസ്യൂമറിന്റെ റൈസിംഗ് എക്സ്പെക്ടേഷൻ എന്താ, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകള്, എക്സ്പെക്ടേഷൻ പ്രതീക്ഷകള് നിറവേറ്റുന്നതും ക്വാളിറ്റി അഷുറൻസിന്റെ ഒരു പർപ്പസ് ആണ്. To meet the rising expectations എന്ന് വെച്ചാൽ പ്രതീക്ഷകള് അല്ലെ. ഓരോ ദിവസം ആളുകൾക്ക് എന്താണ് നമ്മൾ കൊടുക്കുന്ന ആ സേവനത്തിന്റെ കസ്റ്റമേഴ്സിന്റെ ഉയർന്ന പ്രതീക്ഷകളാണ് അല്ലെ. പ്രതീക്ഷകൾ വർദ്ധിച്ചു വരികയാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി എന്ത് അസുഖം വന്നാലും നമുക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലെ. പണ്ടൊക്കെ ആണെങ്കിൽ ചില അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അല്ലെ. അവർക്ക് അങ്ങനെയൊരു കോൺഫിഡൻസ് ഒന്നുമില്ല. എന്നാൽ നമ്മൾ ഓരോ ജനറേഷൻ കഴിയുന്നതോറും പുതിയ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവർക്കിടെ വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകള് അല്ലെ, കസ്റ്റമേഴ്സിന്റെ വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകളെ നിറവേറ്റാനും സഹായിക്കുന്നു അല്ലെ. ഇപ്പൊ എന്ത് പറ്റിയാലും നമുക്ക് കാല് അല്ലെങ്കിൽ എന്ത്, ഇപ്പൊ നമ്മൾ ഓരോ ഓർഗൻസ് ആയിട്ട് മാറ്റി വെക്കുന്നുണ്ട് അല്ലെ. കൈപ്പത്തി പോയിട്ടുണ്ടെങ്കിൽ കൈ മാറ്റി വെക്കുന്നുണ്ട്. അത്രയും ഇമ്പ്രൂവ്മെന്റ് ആയിട്ടുള്ള ശസ്ത്രക്രിയകള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് എന്ത് അസുഖമാണെങ്കിലും ക്യാൻസർ വരികയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ആളുകൾക്ക് മെഡിക്കൽ ഇതിലും എന്താ പറയാ, അവർക്കും ഓരോ ദിവസം ചെല്ലുന്തോറും പ്രതീക്ഷകളാണ് അല്ലെ, വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകള്. അവർക്ക് എന്തായാലും മാറും അല്ലെങ്കിൽ അത് കുഴപ്പമില്ല എന്നുള്ളൊരു പ്രതീക്ഷ. അത് ഓരോ ഇത് വരുന്തോറും ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്താ പറയാ, എല്ലാ ഇതും നമുക്ക് എന്താ ആ ഒരു പ്രതീക്ഷ നിറവേറ്റുന്നതിന്. ഓക്കെ, ക്വാളിറ്റി ഓഫ് സർവീസ്, നമ്മൾ കൊടുക്കുന്ന സർവീസിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകള് എന്താണ് നിറവേറ്റുന്നതിന്. പർപ്പസ് കിട്ടിയോ നോക്കിയ എല്ലാ പോയിന്റ്സും ബൈ ഹാർട്ട് ചെയ്യണ്ട, 1-2 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അഥവാ അത് ചോദിക്കുകയാണെങ്കിലും നമുക്ക് അതിൽ നിന്ന് വേറെ ഇതൊന്നും ചോദിക്കാനില്ല. അവിടെ ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എഴുതുന്നോ, അങ്ങനെ ആ 2 രീതിയിലാണ് നമുക്ക് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ഇനി അടുത്തത് ഒന്ന് നോക്കി, പെട്ടെന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, കുഞ്ഞു പോയിന്റ്സ് അല്ലേ, പെട്ടെന്ന് മനസ്സിലാവും അല്ലെ. ഇനി നോക്കിയേ, പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ്. ഇനി ക്വാളിറ്റി അഷുറൻസിന്റെ പ്രിൻസിപ്പിൾ, തത്വങ്ങള് എന്തൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി അഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങള് എന്തൊക്കെയാണ്? ഓക്കെ, ക്വാളിറ്റി അഷുറൻസ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് of continuous improvement. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കാത്തൊരു പ്രോസസ് ആണെന്ന്. നമ്മളിപ്പോ ഒരു ഗുണമേന്മ അല്ലെങ്കിൽ ഗുണനിലവാരം എന്താ പറയാ ഉറപ്പുവരുത്തുക അല്ലെ. അപ്പൊ നമ്മൾ ആ ഓരോ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമുക്ക് അതിന്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പുവരുത്തുകയാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ക്വാളിറ്റി അഷുർ ചെയ്താൽ പിന്നെ നമ്മൾ അതിനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ അങ്ങനെയാണോ? അത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞ് തീരുന്ന കാര്യമാണോ? നമ്മളെന്താ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണല്ലേ. പിന്നെയും നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ അനുസരിച്ച് ക്വാളിറ്റി വരുത്തുക ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തിട്ട് ആ സെന്റൻസ് ഒന്ന് അവിടെ ഒന്നാണ് ട്രൈ ചെയ്തോ കേട്ടോ. ക്വാളിറ്റി അഷുറൻസ് ഈസ് എ നെവർ എൻഡിങ് പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് അല്ലേ. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എല്ലാ ഇംപ്രൂവ്മെന്റ്സ് വരുത്തുകയാണ് അല്ലെ. ഇനി നോക്കി അതിനകത്ത് നോക്കിയേ, ആൻഡ് കണ്ടിന്യൂസ് അപ്ഡേറ്റിംഗ്. കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? നവീകരിക്കുക അല്ലെങ്കിൽ പുതുക്കുക അല്ലെ, പുതുതാക്കുക, ഓരോന്ന് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക. with the rapid advance in science and technology and medical knowledge. Science and technology അല്ലെ, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മെഡിക്കൽ നോളജിലുമുള്ള പെട്ടെന്നുള്ള റാപ്പിഡ് അഡ്വാൻസസ് അല്ലെ, ദ്രുതഗതിയിലുള്ള പുരോഗതിക്കൊപ്പം തന്നെ എന്താണ്
തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റിന്റെ ഒരു അവസാനിക്കാത്ത ഒരു നെവർ എൻഡിങ് പ്രോസസ് ആണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. സെമീനയ്ക്ക് പേജ് നമ്പർ ഒന്ന് ഇട്ട് കൊടുത്തേ ആരെങ്കിലും. ഇപ്പൊ ജോയിൻ ചെയ്തോളോ. 65 കേട്ടോ. ഹെൽപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ പേജ് നമ്പർ ഇട്ട്. അപ്പൊ അവിടെ ചോദിക്കാം നമുക്ക്, ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു is a never ending process of continuous improvement and continuous updating with the rapid advances in science and technology and medical knowledge. എന്താണ് നമ്മൾ നോക്കി, സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള പെട്ടെന്ന്, റാപ്പിഡ് എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള പുരോഗതി, പുരോഗതിയിലെയും ആൻഡ് മെഡിക്കൽ നോളജ്, മെഡിക്കൽ നോളജിലുമുള്ള ആ ഒരു അറിവ്, അതിന്റെ പുരോഗതിക്കൊപ്പം തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റിനുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ് ആണ് ക്വാളിറ്റി അഷുറൻസ്. ഇത് മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഗുണമേന്മ ഉറപ്പുവരുത്താന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ വഴിക്ക് പോകാതെ, അല്ലെങ്കിൽ അവിടെ തീരുന്ന ഒരു കാര്യമില്ല. ഈ ടെക്നോളജി ഇതിന്റെയൊക്കെ പുരോഗതിക്ക് അനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് നടത്തിക്കൊണ്ട് പോയാൽ മാത്രമാണ് വീണ്ടും ക്വാളിറ്റി ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ, ഗുണമേന്മ നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ മെഡിക്കൽ നോളജിലും സയൻസ് ആൻഡ് ടെക്നോളജിയിലുമുള്ള ദ്രുതഗതിയിലുള്ള പുരോഗതിക്കൊപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മള് അതിന്റെ ഒപ്പം തന്നെ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് വേണം. അങ്ങനെയുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രോസസ് ആണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ. ഇനി ഡിസിഷൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഡേറ്റ. ഇനി അവിടെ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെയാണ്, എന്തിനു ബേസ് ചെയ്തിട്ടാ? ഡേറ്റ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെ, പേഷ്യൻസിൽ നിന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റാസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്, ഡിസിഷൻ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ ഡേറ്റ. അണ്ടർലൈൻ ചെയ്തോട്ടോ, സെക്കൻഡ് സെന്റൻസ് പോയിന്റും അണ്ടർലൈൻ ചെയ്തോ. ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും എന്തിനു ബേസ് ചെയ്തിട്ടാണ്? ഡേറ്റ. Decision must be in quality assurance. The decision must be based on dash. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുന്നത്? ഡേറ്റ, ഡേറ്റയെ ബേസ് ചെയ്തിട്ട് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. Customers define the quality. ഇനി ആരാണ് കസ്റ്റമേഴ്സ് ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു? അവരല്ലേ പറയണ്ടേ, നമ്മൾ നല്ല സർവീസ് കാര്യങ്ങൾ കൊടുത്തു, ആരാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? ക്വാളിറ്റി കസ്റ്റമർ ഡിഫൈൻ ചെയ്യണം, നമ്മളാണ് അത് അംഗീകരിക്കേണ്ടത്, നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് തോന്നണ്ടേ, നമ്മുടെ കണ്ണിൽ കണ്ട് നമുക്കത് ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ക്വാളിറ്റിനെ ഹോസ്പിറ്റലുകാരല്ല ശരിക്കും, ആരാണ്? കസ്റ്റമേഴ്സ് ആണ് അതിനെ ഡിഫൈൻ ചെയ്യേണ്ടത്. കസ്റ്റമേഴ്സ് ഡിഫൈൻ ദ ക്വാളിറ്റി, ക്വാളിറ്റിനെ കസ്റ്റമേഴ്സ് ഡിഫൈൻ ചെയ്യണം. Then quality is not proportionate to the use of sophisticated technology or to be expensive. Sophisticated എന്ന് പറഞ്ഞാൽ എന്താ? സങ്കീർണമായ. ഇനി എന്താ പറഞ്ഞേ? ക്വാളിറ്റി ഈസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ്, പ്രൊപ്പോർഷനേറ്റ് അല്ല, പ്രൊപ്പോർഷണൽ അല്ല എന്തിന്റെ? ടു ദ യൂസ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. സോഫിസ്റ്റിക്കേറ്റഡ് സങ്കീർണമായ ഒരു ടെക്നോളജിക്ക് ഇതിന്റെ ക്വാളിറ്റി പ്രൊപ്പോർഷനേറ്റ് അല്ല. ഓർ ടു ബി എക്സ്പെൻസീവ്, അല്ലെങ്കിൽ എന്താ? അല്ലെങ്കിൽ അത് എക്സ്പെൻസീവ് ആണ്. ഓർ ടു ബി എക്സ്പെൻസീവ്, അതെന്താ ഉദ്ദേശിക്കുന്നത്? ക്വാളിറ്റി ഈസ് നോട്ട് പ്രൊപ്പോർഷനേറ്റ് ടു ദ യൂസ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജി. നമ്മൾ ഒത്തിരി സങ്കീർണമായിട്ടുള്ള ടെക്നോളജി അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ല എന്നാണ് പറയുന്നത് ക്വാളിറ്റി. അതായത് ടെക്നോളജി മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അതിന് ക്വാളിറ്റി പ്രൊപ്പോർഷനേറ്റ് ചെയ്യാൻ പറ്റുമോ? ടെക്നോളജി മാത്രം പോരാ, അതിനനുസരിച്ചുള്ള സർവീസ് നമ്മൾ അവിടെ കൊടുക്കണം, എങ്കിലും മാത്രല്ലേ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും എന്താ ഒരു സങ്കീർണമായിട്ടുള്ള ടെക്നോളജിയുടെ ഉപയോഗം കൊണ്ടോ, അല്ലെങ്കിൽ എക്സ്പെൻസീവ്, കുറെ എക്സ്പെൻസീവ് ഒരു ചിലവ് എക്സ്പെൻസീവ് ആണെങ്കിലൊന്നും അത് ക്വാളിറ്റി അതുമായിട്ട് പ്രൊപ്പോർഷനേറ്റ് അല്ല.
അപ്പൊ അത് അതിന്റെ ഒരു ഭാഗമാണെന്ന് മാത്രം. നല്ല ടെക്നോളജി വരുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എങ്കിലും ആ ടെക്നോളജി കൊണ്ട് മാത്രം നമുക്ക് അല്ലെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് അല്ല. ഓക്കെ, quality is not proportionate to the use of sophisticated സങ്കീർണമായ ടെക്നോളജി or to be expensive അല്ലെങ്കിൽ അതിനുള്ള ചെലവ് expensive ആണ്. Then technical imperative should not insist on prolonging life at any cost with no consideration to quality of life. എന്താ പറഞ്ഞേക്കുന്നേ, നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു ജീവിത നിലവാരം, ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മളൊരു ജീവിത നിലവാരം പരിഗണിക്കാതെ നമുക്ക് എന്ത് വില കൊടുത്തിട്ടും നമുക്കുടെ ആ ഒരു ലൈഫ് എന്താ പറയാ, ലൈഫ് നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഈ ടെക്നിക്കൽ ഇംപറേറ്റീവ് ആ സാങ്കേതികമായിട്ടുള്ള സാങ്കേതികത അനിവാര്യത നിർബന്ധിക്കരുത്. ടെക്നിക്കൽ ഇംപറേറ്റീവ് should not insist എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കരുത്. or prolonging life at any cost with no consideration to quality of life. എന്താ പറഞ്ഞേക്കണേ, നമ്മുടെ ഒരു ജീവിത നിലവാരം പരിഗണിക്കാതെ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ്, നമ്മുടെ ഒരു നിലവാരം, ഒരു ജീവിത നിലവാരം പരിഗണിക്കാതെ with no consideration to quality of life, ഒരു ജീവിത നിലവാരം പരിഗണിക്കാതെ എന്ത് വില കൊടുത്തിട്ടും നമ്മുടെ ഒരു ആയുസ്, നമ്മുടെ ഒരു ലൈഫ് അല്ലെ, പ്രൊലോങ്ങിങ് ലൈഫ്, ആയുസ് നീട്ടിക്കൊണ്ടു പോകുന്നത് ഈ ടെക്നോളജിനെ, ടെക്നിക്കൽ ഇംപറേറ്റീവ്, ഈ സാങ്കേതിക വിദ്യകള് അതിനെ എന്ത് ചെയ്ത് സാങ്കേതികതയുടെ അനിവാര്യത നിർബന്ധിക്കരുത്. അതായത് ആ ടെക്നോളജിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ ഒരു ബേസ് കൊടുക്കാൻ പാടില്ല എന്നാണ്. അതിനെ കൊണ്ട് മാത്രം നമുക്ക് ലൈഫ് നീട്ടിക്കൊണ്ട് പോകുന്നതിന് മാത്രം നമ്മൾ എന്താ പറയാ, ആ ഒരു ഇതില് മാത്രം അതിനെ ഒരു നിർബന്ധിക്കരുത്, അല്ലെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യരുത് എന്നുള്ളത്. നമ്മുടെ എന്തിനെ കൂടി നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം, ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത നിലവാരം ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യാതെ എന്നാ പറഞ്ഞേക്കണേ. കണ്ടോ, നമ്മുടെ ഒരു ജീവിത നിലവാരം പരിഗണിക്കാതെ നമ്മുടെ ആയുസ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് ആ ടെക്നിക്കൽ ഇംപറേറ്റീവ് അല്ലെ, സാങ്കേതിക അനിവാര്യത എന്ത് ചെയ്യരുത്, ഇൻസിസ്റ്റ്, അതിന് നിർബന്ധിക്കരുത്. അതായത് നമ്മളെ എന്തും കൂടി നമ്മൾ അവിടെ കൊടുക്കണം, എന്തിനെ കൂടി കൺസിഡർ ചെയ്യണം, ക്വാളിറ്റി ഓഫ് ലൈഫിന് കൺസിഡർ ചെയ്യണം. ഓക്കെ, ജീവിത നിലവാരം നമ്മൾ പരിഗണിക്കാം, ക്വാളിറ്റി ഓഫ് ലൈഫിനെ. വെരി ഗുഡ്, ബിജി അവിടെ മെസ്സേജ് ഇട്ടു. നമ്മൾ എന്തിനെ നമ്മുടെ ക്വാളിറ്റീനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതാണ് മെയിൻ ആയിട്ട് പ്രിൻസിപ്പിൾ വരുന്നത്. നമ്മുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തിനാണ്, ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ, നമ്മുടെ ജീവിത നിലവാരം, നമ്മുടെ നല്ല ഗുണമേന്മയുള്ള ഒരു ജീവിത നിലവാരം, അതിന് നമ്മൾ കൺസിഡറേഷൻ ചെയ്യണം. ഇനി ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, the emphasis is on establishing professional excellence and patient satisfaction at a reasonable cost. മിതമായ ഒരു ചെലവില്, റീസണബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മിതമായ ചെലവില് ഒരു പ്രൊഫഷണൽ മികവും പേഷ്യന്റിന്റെ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷനും സ്ഥാപിക്കുന്നതിന്, എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുന്നതിന് നമ്മൾ എംഫസൈസ് ചെയ്യാന്ന് വെച്ചാൽ ഊന്നൽ നൽകണം. The emphasis is quality assurance principle. എന്തിനെ എംഫസൈസ് ചെയ്യണം, എന്തിനെയാണ് ഊന്നൽ നൽകേണ്ടത്, ഒരു റീസണബിൾ കോസ്റ്റ്, ഒരു മിതമായ ചെലവില് പ്രൊഫഷണൽ എക്സലൻസ് എന്ന് പറഞ്ഞാൽ മികവ്, പ്രൊഫഷണൽ മികവും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അല്ലെ, സംതൃപ്തിയും സ്ഥാപിക്കുന്നതിനാണ് എന്ത് ചെയ്യേണ്ടത്, ഊന്നൽ നൽകേണ്ടത്. അതെങ്ങനെയായിരിക്കണം, ഒരുപാട് കോസ്റ്റ് പാടില്ല അല്ലെ, ഒരു റീസണബിൾ കോസ്റ്റില്, ഒരു മിതമായ വിലയില് പേഷ്യന്റിന്റെ മികവും അവരുടെ സാറ്റിസ്ഫാക്ഷനും സ്ഥാപിക്കുന്നതിന് ക്വാളിറ്റി അഷുറൻസ് ഊന്നൽ നൽകണം, അല്ലെങ്കിൽ അതിന് മുൻതൂക്കം നമ്മൾ കൊടുക്കണം അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് നമ്മുടെ ബെസ്റ്റ്, നമ്മുടെ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ, അതാ ഇതിന്റെ എക്സലൻസും.
ആണ് നമ്മുടെ ക്വാളിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മൾ എത്ര നല്ല സർവീസ് കൊടുത്തു, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതില് ആ കിട്ടുന്ന സേവനത്തിന് പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, അവര് സംതൃപ്തരായിരിക്കണം. അപ്പൊ പ്രൊഫഷണൽ മികവും പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷനും അതെങ്ങനെയാ റീസണബിൾ കോസ്റ്റില് സ്ഥാപിക്കുന്നതിന് വേണം ക്വാളിറ്റി അഷുറൻസ് ഊന്നൽ നൽകാൻ, അല്ലെങ്കിൽ അതിന് വേണം അതിന് മുൻതൂക്കം നൽകാനായിട്ട്. ക്ലിയർ ആയില്ലേ പ്രിൻസിപ്പിൾസ്? ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇതിൽ നിന്നൊന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ 1-2 പോയിന്റ്സ് ഇല്ലേ, ക്വാളിറ്റി അഷുറൻസ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ സെന്റൻസ് അത് അണ്ടർലൈൻ ചെയ്തിടണം. പിന്നെ അടുത്ത ഡിസിഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം? ഡേറ്റയെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അങ്ങനെ 1-2 പോയിന്റ് അവിടെ കസ്റ്റമേഴ്സ് ക്വാളിറ്റിനെ ഡിഫൈൻ ചെയ്യുന്നു. അത് അങ്ങനെ ആ 3 പോയിന്റ്സ് മാത്രം അതിലൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഇനി കുറച്ച് പാരഗ്രാഫ് ആണ്, ഒന്ന് നോക്കി നിങ്ങൾ. ലാസ്റ്റ് സെക്ഷൻ ആണ്, ഒരു കൺക്ലൂഷൻ പോലെ മൊത്തത്തിൽ കൊടുത്തേക്കുന്നതാണ്. പാരഗ്രാഫ് ആയിട്ട് തന്നേക്കണമെന്നുള്ളൂ, എന്ന് വെച്ചാൽ കാര്യങ്ങൾ സിമ്പിൾ തന്നെയാണ്. പാരഗ്രാഫ് ആകുമ്പോൾ പോയിന്റ് പെട്ടെന്ന് തീരും അല്ലെ. പാരഗ്രാഫ് ആകുമ്പോൾ ഒരു പാരഗ്രാഫ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ ഇച്ചിരി ഒരു മടിയാവും അല്ലെ. പക്ഷെ എളുപ്പമുള്ള കാര്യമാണ്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് സെക്ഷനുകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് ആ പാരഗ്രാഫിന്റെ ഉള്ളിൽ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് വായിക്കാം, മീനിങ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആ സെക്ഷനുകൾ അണ്ടർലൈൻ ചെയ്തിടുന്നതിന് തന്നെ നോക്കാം. അല്ലാതെ ഈ ഒരു പാരഗ്രാഫ് ഫുള്ള് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് എന്തായാലും നടക്കൂല അല്ലേ. അതിനകത്തുള്ള ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമുക്കൊന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. പാരഗ്രാഫ് വായിക്കുകയും ചെയ്യാം. ഓക്കെ. ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ചികിത്സാ സംബന്ധമായിട്ടുള്ള പ്രാധാന്യം എന്താണ് ക്വാളിറ്റി അഷുറൻസില്? പ്രിൻസിപ്പിൾസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ നമ്മൾ ക്വാളിറ്റി അഷുറൻസിന്റെ പ്രിൻസിപ്പിളെ കുറച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞത്, കുറച്ച് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. ഇനി ക്വാളിറ്റി മാനേജ്മെന്റിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഇനി ആ പാരഗ്രാഫ് ഫുള്ള്, ഇനി ആ ചാപ്റ്റർ മൊത്തം അതാ പറഞ്ഞേക്കുന്നത്. ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നോക്കിയേ, principles of quality management. Regarding the study of quality management, the International Organization for Standardization, അത് നമ്മൾ പഠിച്ചതാണ് അല്ലെ. ISO, അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം, ISO-ന്റെ ചോദിക്കാം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ISO identified 7 basic principles that when applied properly can aid in the evaluation and optimization of a service or product based on quality collection, process improvement and coordination amongst involved parties. എന്താ പറഞ്ഞേക്കുന്നേ? ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട്, റിഗാർഡിംഗ് ദ സ്റ്റഡി ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് അല്ലെ, എന്താണ് ക്വാളിറ്റി മാനേജ്മെന്റിനെ കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ത് ചെയ്യേണ്ട? ഒരു 7 സ്റ്റാൻഡർഡൈസേഷൻ പ്രിൻസിപ്പിൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് താഴെ 7 എണ്ണം ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അവിടെ നോക്കിയേ, ISO ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് 7 ബേസിക് പ്രിൻസിപ്പിൾസ്. കണ്ടോ, 7 അടിസ്ഥാന തത്വങ്ങള്, സ്റ്റാൻഡർഡൈസ് 7 അടിസ്ഥാന കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അവ ശരിയായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ, when applied properly എന്ന് വെച്ചാൽ എന്താ, ആ പ്രിൻസിപ്പിൾസ് ശരിയായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് നോക്കുന്നത്? ഡേറ്റ കളക്ഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, കോർഡിനേഷൻ എമംഗ് ഇൻവോൾവ്ഡ് പാർട്ടീസ് അല്ലെ, ആ പാർട്ടികൾ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ തമ്മിലുള്ള ഏകോപനം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു സർവീസിന്റെയോ പ്രൊഡക്റ്റിനെയോ വിലയിരുത്താനും അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും സാധിക്കും. അത് ആ ഒരു എന്തിനൊക്കെയാണ് ഈ ബേസ്ഡ് ഓൺ ഡേറ്റ കളക്ഷൻ, പ്രോസസ് ഇംപ്രൂവ്മെന്റ്, കോർഡിനേഷൻ എമംഗ് ദ ഇൻവോൾവ്ഡ് പാർട്ടീസ് എന്നിവയെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു സർവീസിന്റെയോ പ്രൊഡക്റ്റിന്റെയോ ഇവാലുവേഷൻ നടത്താനോ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞാൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക, പ്രയോഗത്തിൽ കൊണ്ടുവരാനും എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. അപ്പൊ ക്വാളിറ്റി മാനേജ്മെന്റിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ എന്ത് ചെയ്തു? 7 ബേസിക് പ്രിൻസിപ്പിൾസ് ഐഡന്റിഫൈ ചെയ്തു. അത്രയും മനസ്സിലായില്ലേ?
7 ബേസിക് പ്രിൻസിപ്പിൾസ് ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്താണ് അവിടെ പറഞ്ഞേക്കുന്നത്? അത് എന്തിനെ ബേസ് ചെയ്തിട്ടാ നോക്കിയേ? ബേസ്ഡ് ഓൺ ഡേറ്റ കളക്ഷൻ. എന്തുമായിട്ട് ബന്ധപ്പെട്ട ആ 7 ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്? ബേസ്ഡ് ഓൺ ഡേറ്റ കളക്ഷൻ. അതിന്റെ പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആൻഡ് കോർഡിനേഷൻ എമംഗസ്റ്റ് ഇൻവോൾവ്ഡ് പാർട്ടി. അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കക്ഷികൾ തമ്മിലുള്ള കോർഡിനേഷൻ കണ്ടോ? അതിനെയൊക്കെ ബന്ധപ്പെടുത്തി ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഇവാലുവേറ്റ് ചെയ്യാൻ, അതിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും ആ പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ ബേസ് ചെയ്തിട്ട് അടിസ്ഥാനത്തില് അവയെ ഇവാലുവേറ്റ് ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനും കഴിയും. അപ്പൊ അവിടെ മെയിൻ ആയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ISO ഒരു 7 ബേസിക് പ്രിൻസിപ്പിൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട്, അതെന്തിനെ ബേസ് ചെയ്തിട്ടാ പ്രിൻസിപ്പിള്? Data collection, process improvement, coordination amongst involved parties. അതിനെ ബേസ് ചെയ്തിട്ടാണ് 7 ബേസിക് പ്രിൻസിപ്പിൾസ് ഇരിക്കുന്നത്. അപ്പൊ എന്താണ്? ഒരു സർവീസിലോ പ്രൊഡക്റ്റിലോ എന്ത് ചെയ്യാം? പൂർണ്ണമായി എല്ലാവരും എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ നടത്താനോ അതിനെ പ്രയോഗത്തിൽ കൊണ്ടുവരാനോ, ഒപ്റ്റിമൈസേഷൻ പ്രയോഗത്തിൽ കൊണ്ടുവരാനോ ഉള്ള ഒരു എയ്ഡ് അല്ലെ, അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ നമുക്കത് ഇവാലുവേറ്റ് ചെയ്യാനോ ഒപ്റ്റിമൈസ് ചെയ്യാനോ സാധിക്കും. അവിടെ നിങ്ങൾ ആ ISOന്റെ എന്താണ് എക്സ്പാൻഡഡ് ഫോം ആ ഒരു സെന്റൻസിന് നോട്ട് ചെയ്തിട്ടാൽ മതി. ഓക്കെ. ഇനി ISO, an independent international group of voluntary experts that develop consensus-based and market-relevant international standards. Underline ചെയ്തോ? ISO എന്ന് പറഞ്ഞ എന്താണ്? Is an independent international group of voluntary experts. അല്ലേ? ISO എന്നുള്ളത് എന്താണ്? ISO is an independent ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് വോളണ്ടറി എക്സ്പേർട്സ് അല്ലെ, ഒരു സമമായ അടിസ്ഥാനമുള്ളതും വിപണി സാധ്യതയുള്ളതും, ഇതാണ് മാർക്കറ്റിംഗ്, ഒരു വിപണി സാധ്യത ഉള്ളതുമായിട്ടുള്ള മാർക്കറ്റ് എന്തിനെ ബേസ് ചെയ്തിട്ടാന്നൊക്കെ? കോൺസെപ്റ്റ്സ് ബേസ്ഡ് ആൻഡ് മാർക്കറ്റ് റിലവന്റ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അല്ലെ, സമമായ ഒരു അടിസ്ഥാനത്തിലുള്ളതും ഒരു മാർക്കറ്റ് വിപണി പ്രസക്തവുമായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ വികസിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. സന്നദ്ധ വിദഗ്ധരുടെ ഒരു വോളണ്ടറി എക്സ്പേർട്സിന്റെ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് വോളണ്ടറി എക്സ്പേർട്സിന്റെ ഒരു ഇൻഡിപെൻഡന്റ് ാണ് ഏത്? ISO എന്ന് പറയുന്നത്. ഒരു സ്വതന്ത്ര അന്താരാഷ്ട്ര ഗ്രൂപ്പാണ് ISO. അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോ? ISO ഈസ് ആൻ ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് വോളണ്ടറി എക്സ്പേർട്സ്. അത്രയും അധികം നോട്ട് ചെയ്തിട്ട് ഇനി ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിയേ? ദീസ് ക്വാളിറ്റി മാനേജ്മെന്റ്. അപ്പൊ നമ്മള് അതിനകത്ത് നോക്കിയേ, ദീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഫോർ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഇൻക്ലൂഡ്. അപ്പൊ ആ 7 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? അതാണ് കൊടുത്തേക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്യണം. ആ ഒരു പാരഗ്രാഫില് നമ്മൾ 7 പ്രിൻസിപ്പിൾസ് ആ പറഞ്ഞേക്കുന്നത് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. അത് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇപ്പൊ എന്തൊക്കെയാ പറയുക? ദീസ് ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഓർ quality management programs include. അപ്പൊ ആ ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതൊക്കെ കാര്യങ്ങളാന്ന് നോക്കിയേ? എന്തൊക്കെയാ? കസ്റ്റമർ ഫോക്കസ്, ലീഡർഷിപ്പ് നേതൃത്വം, ആൻഡ് എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ ആളുകളുടെ ഇടപെടലുകള്, പ്രോസസ് അപ്രോച്ച്, ഇംപ്രൂവ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ, മാർക്കറ്റിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇതാണ് 7 ബേസിക് പ്രിൻസിപ്പിൾ ISO ഡിഫൈൻ ചെയ്തിട്ടുള്ള, ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള 7 ബേസിക് പ്രിൻസിപ്പിൾ. ക്വാളിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന് അണ്ടർലൈൻ ചെയ്തോ? അണ്ടർലൈൻ ചെയ്തിട്ട് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയേ? ഫോക്കസ്, കസ്റ്റമർ ഫോക്കസ്, ലീഡർ പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് ആ 7 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ക്വാളിറ്റി മാനേജ്മെന്റ് പ്ലാൻസ് എന്ന് പറയുന്നത്? ഏതൊക്കെയാണ്? കസ്റ്റമർ ഫോക്കസ്, ലീഡർഷിപ്പ് ആൻഡ് എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ ആളുകളുടെ ഇടപെടലുകള്, പ്രോസസ് അപ്രോച്ച്, ഇംപ്രൂവ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഓക്കെ, ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ ഫസ്റ്റ് ISOയുടെ എക്സ്പാൻഡഡ് ഫോം ആണ് നോട്ട് ചെയ്യാൻ പറഞ്ഞത്.
ഓക്കെ, ഇനി അടുത്തത് ISO എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമാട്ടോ, ഇൻഡിപെൻഡന്റ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് വോളണ്ടറി എക്സ്പേർട്സ്. ഒരു അന്താരാഷ്ട്ര സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനകൾ, അത് സന്നദ്ധ വിദഗ്ധരുടെ സ്വതന്ത്ര അന്താരാഷ്ട്ര സംഘടനകളുടെ ഒരു ഗ്രൂപ്പാണ് ISO എന്ന് പറയുന്നത്. Independent International Group of Voluntary Experts. അത് നോട്ട് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ISO ഒരു 7 ബേസിക് പ്രിൻസിപ്പിൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ് അതാണ് നമ്മൾ പറയുന്നത്. കസ്റ്റമർ ഫോക്കസ്, ലീഡർഷിപ്പ്, എൻഗേജ്മെന്റ് ഓഫ് പീപ്പിൾ, പ്രോസസ് അപ്രോച്ച്, ഇംപ്രൂവ്മെന്റ്, എവിഡൻസ് ബേസ്ഡ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഈ 3 കാര്യങ്ങൾ പഠിച്ചോ അതിലെ ആ പാരഗ്രാഫിലെ? പഠിച്ചോ? ഇത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് ഇപ്പൊ ആ പാരഗ്രാഫ് കണ്ടത്? ഓക്കെ അല്ലേ? ഇല്ല. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. ഓരോ പാരഗ്രാഫും അങ്ങനെ നോക്കിപ്പോ കേട്ടോ. ഇനി അടുത്ത എന്താ പറയുന്നത്? കസ്റ്റമർ സർവീസ് ഓർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ എസെൻഷ്യൽ ടു ക്വാളിറ്റി മാനേജ്മെന്റ്. അണ്ടർലൈൻ ചെയ്തോ? കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ സംതൃപ്തി, അത് എന്തിന്? ക്വാളിറ്റി മാനേജ്മെന്റിന് വളരെ എസെൻഷ്യൽ, അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അണ്ടർലൈൻ ചെയ്തോട്ടോ ആ സെന്റൻസ്. ഡാഷ് ഈസ് എസെൻഷ്യൽ ടു ക്വാളിറ്റി മാനേജ്മെന്റ്. അങ്ങനെ ചോദിക്കാം. കസ്റ്റമർ സർവീസ് ഓർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സർവീസ് അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ക്വാളിറ്റി മാനേജ്മെന്റിന് വളരെ പ്രധാനപ്പെട്ട, വളരെ അത്യാവശ്യമായിട്ടുള്ള, എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. വിത്തൗട്ട് കസ്റ്റമേഴ്സ്, ഈ കസ്റ്റമർ ഇല്ലെങ്കിലോ? there is no one to offer a service or product. എന്താ? കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഓഫർ ചെയ്യാൻ ആരുമില്ല അല്ലെ? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ കസ്റ്റമർ ഇല്ലെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? നമ്മൾക്ക് സർവീസ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? കസ്റ്റമർ ഇല്ലെങ്കിൽ അല്ലേ? അപ്പൊ നമുക്ക് എന്താ? കസ്റ്റമർ, there is no one to offer a service or product. there is no, നമുക്ക് കസ്റ്റമർ ഇല്ലെങ്കിൽ, വിത്തൗട്ട് കസ്റ്റമർ അല്ലെ? കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്ക് ഈ എനിക്കിപ്പോ കുറച്ച് സർവീസ് കൊടുക്കണം എന്ന് പറയാം. ആ സർവീസ് മേടിക്കാനായിട്ട്, അത് സ്വീകരിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ ഹോസ്പിറ്റൽ നല്ല ക്വാളിറ്റിയിൽ സർവീസ് കൊടുക്കും, പക്ഷെ പേഷ്യൻസ് ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? ഒരു കസ്റ്റമർ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് അത് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട്, ഒരു സർവീസോ പ്രൊഡക്റ്റോ കൊടുക്കാനായിട്ട്, വാഗ്ദാനം ചെയ്യാൻ, ഓഫർ ചെയ്യാൻ ആരുമില്ല. The goal is to keep customers retaining by meeting their anticipation and building safe assurance in the offered product or service. ഇനി എന്താ ഇതിന്റെ പറഞ്ഞേക്കുന്നേ? ഗോൾ എന്താ? കസ്റ്റമറിന് Okay, the goal is customer quality management. Quality management goal is to keep the customers retaining by meeting their anticipations and building self-assurance in offered product or service. Customer അവരുടെ പ്രതീക്ഷകള് നിറവേറ്റുകയോ അല്ലെങ്കിൽ ഓഫർ ചെയ്യാം, വാഗ്ദാനം ചെയ്ത പ്രൊഡക്റ്റോ സർവീസോ സ്വയം അതിനുള്ള ഒരു ഉറപ്പ് നൽകുക, അതാണ് എന്തെന്ന് പറയുന്നത് ഗോൾ എന്ന് പറയുന്നത്. The goal is to keep the customer retaining by meeting their anticipations and building self-assurance in offered product or service. Anticipations എന്ന് പറഞ്ഞാൽ പ്രതീക്ഷകള്. അപ്പൊ എന്താ അതിന്റെ ഗോൾ? എന്താണ്? കസ്റ്റമറിന് അവരുടെ പ്രതീക്ഷകൾ നിറവേറ്റുകയും അല്ലെങ്കിൽ അവർക്ക് ഓഫർ ചെയ്ത പ്രൊഡക്റ്റോ സർവീസോ അതിന് സ്വയം ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുക, അതാണ്. When an institution's employees are each other, അതും കൂടി ആ സെന്റൻസ് കൂടി നോട്ട് ചെയ്തു കേട്ടോ, അത് അണ്ടർലൈൻ ചെയ്തെടുത്തു. Goal is to keep customers retaining by meeting their anticipation and building self-assurance. അവർക്കൊരു ഒരു സ്വയം ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. In offered product or service, ആ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസിൽ സ്വയം അവർക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. നമുക്ക് ക്വാളിറ്റി നമുക്ക് തന്നെ കസ്റ്റമേഴ്സിന് തന്നെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. അവര് ആ ഹോസ്പിറ്റലിൽ ഓഫർ ചെയ്ത പ്രൊഡക്റ്റോ സർവീസോ അല്ലെ, അതിന് കസ്റ്റമറിന് തന്നെ സാറ്റിസ്ഫൈ ചെയ്യാനും അതുപോലെ അതില് അവർക്ക് ഒരു ഉറപ്പ്, സ്വയം ഒരു ഉറപ്പ് കൊടുക്കുകയും ചെയ്യുക, അതാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഗോൾ എന്ന് പറയുന്നത്.
രണ്ട് സെന്റൻസും അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നോക്കിയേ, when an institution employees are each other's customer, the ultimate customer is a patient. അപ്പൊ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള അന്തിമമായ, അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അന്തിമമായ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറയുന്നത് ആരാണ്? പേഷ്യന്റ് ആണ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. Then ultimate customer is patient. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എംപ്ലോയീസ് പരസ്പരം കസ്റ്റമർ ആയിരിക്കുമ്പോൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കസ്റ്റമർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പേഷ്യന്റ് തന്നെയാണ്. അൾട്ടിമേറ്റ് കസ്റ്റമർ ഈസ് ദ പേഷ്യന്റ്. മനസ്സിലായില്ലേ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ എംപ്ലോയീസ് കസ്റ്റമേഴ്സ് ആയിരിക്കുമ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ള അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? പേഷ്യന്റ് തന്നെയാണ്. ചോദിക്കാം, the most ultimate customer is the dash. അവിടെ നമുക്ക് സ്റ്റാഫുകളെന്നോ പേഷ്യന്റ് എന്നോ ഡോക്ടർ എന്നോ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് തരാം. അപ്പൊ ആ ഒരു സെന്റൻസ് കൂടി അവിടെ നോട്ട് ചെയ്തിടാം. 3 സെന്റൻസ് നമ്മൾ നോട്ട് ചെയ്തു കേട്ടോ. Both the patient experience and the patient outcomes define healthcare quality. എന്താ പറഞ്ഞേക്കുന്നത്? Both the patient experience, പേഷ്യൻസിന്റെ ആ എക്സ്പീരിയൻസ്, അനുഭവം, ഈ അനുഭവം, പേഷ്യന്റിന്റെ ഔട്ട്കം, അത് രണ്ടും ക്വാളിറ്റിയെ എന്ത് ചെയ്യുന്നു? ഡിഫൈൻ ചെയ്യുന്നു അല്ലെ? പേഷ്യൻസിന് ഒരു നല്ലൊരു അനുഭവം, ഹോസ്പിറ്റലിൽ നിന്ന് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുന്നത്, അതിനനുസരിച്ചുള്ള നല്ലൊരു ഔട്ട്കം, അത് രണ്ടും നമ്മള് ക്വാളിറ്റി, ഹെൽത്ത് കെയർ ക്വാളിറ്റിയെ ഡിഫൈൻ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ സെന്റൻസ് നോട്ട് ചെയ്തോ? അപ്പൊ ആ പാരഗ്രാഫിൽ നമുക്ക് 4 സെന്റൻസ് നമുക്ക് നോട്ട് ചെയ്യുന്നു. ഇത് ഇടേണ്ടതും തന്നെയാണ് കേട്ടോ. Both the patient experience and the patient outcomes define health care quality. ഇനി അടുത്ത നോക്കിയേ. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? While we do not want the patient cycling through the hospital more than needed, the hospital would like to be their provider of choice or if hospitalization is warranted. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ സൈക്ലിംഗ് എന്ന് പറഞ്ഞ എന്താ? നമ്മുടെ ഹോസ്പിറ്റലിലേക്കുള്ള സൈക്കിൾ. ഇപ്പൊ ഹോസ്പിറ്റലിൽ വന്നു, മരുന്ന് മേടിച്ചു പോയി, പിന്നെ വന്നു പോയി, അങ്ങനെ ആ ഒരു കണ്ടിന്യൂസ് ജേർണി അല്ലെ? അതാണ് സൈക്ലിംഗ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെ? അപ്പൊ എന്താ പറഞ്ഞേക്കുന്നത് ഇവിടെ? എന്താ ഒന്നിലധികം നമുക്ക് ആവശ്യത്തിലധികം ഈ ഹോസ്പിറ്റലിലൂടെ നമ്മുടെ പേഷ്യന്റിന്റെ സൈക്ലിംഗ് നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും, ഓക്കെ, എന്താ പറഞ്ഞെങ്കിൽ while we do not want the patient cycling through a hospital more than needed, അല്ലെ? ആവശ്യത്തിലധികം പേഷ്യൻസിന്റെ സൈക്കിളിങ് അവര് വന്നു പോണത്, അങ്ങനെ ആ സൈക്കിൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് അത് ആഗ്രഹിക്കുന്നില്ലെങ്കിലും, okay, the hospital would like to be their provider of choice if the hospitalization is warranted. അപ്പൊ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമുള്ള പേഷ്യൻസിന് അല്ലെ, അവരുടെ കെയർ, അവരുടെ നല്ല കെയർ പ്രൊവൈഡർ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഹോസ്പിറ്റലൈസേഷൻ, അപ്പൊ അവരെന്താ പറയാ, ഹോസ്പിറ്റലുകാര് ഈ പേഷ്യൻസിന്റെ സൈക്ലിങ് ശരിക്കും ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഈ നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ടുള്ള പേഷ്യൻസിന് നല്ലൊരു കെയർ പ്രൊവൈഡർ ആകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത് നോക്കിയേ. By considering the patient പെർസെപ്ഷൻ എന്നാട്ടോ, അത് ധാരണ അല്ലെങ്കിൽ കാഴ്ചപ്പാട്. പെർസെപ്ഷൻ ഒന്ന് ഇച്ചിരി ഒരു ഗ്യാപ്പ് അവിടെ കൊടുത്തേട്ടോ. ദാ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, പേഷ്യൻസ് എന്ന് കഴിഞ്ഞ ഗ്യാപ്പ്, എന്നിട്ട് അടുത്തത് പെർസെപ്ഷൻ എന്ന് പറഞ്ഞ ധാരണ. ഓഫ് കെയർ ഡിഡ് ദേ ഫീൽ, അത് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത കേട്ടോ, ചെറിയൊരു ഗ്യാപ്പ് അവിടെ. Of care did they feel respected where they include in the plan of care and by fulfilling
patient expectation, the financial aspects of a healthcare system always will thrive. അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഇവിടെ എന്താ പറഞ്ഞേക്കണത്? നമുക്ക് ഈ ഒരു കെയറിനെ കുറിച്ചുള്ള ഒരു പേഷ്യൻസിന്റെ കാഴ്ചപ്പാട്, നമുക്ക് അവർക്കുടെ ഒരു വ്യൂ, അവർക്കുടെ നമുക്ക് ഇന്ന കെയർ കിട്ടും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നല്ലൊരു ഇത് കിട്ടും എന്നുള്ള പേഷ്യൻസിന്റെ കാഴ്ചപ്പാട് പരിഗണിക്കുന്നതിലൂടെ തന്നെ അവർക്ക് എന്താണ്, അവർക്ക് റെസ്പെക്ട് തോന്നിയിട്ടുണ്ടോ? ഡിഡ് ദേ ഫീൽ റെസ്പെക്റ്റഡ്? അല്ലെ, അവർക്കൊരു റെസ്പെക്ട് തോന്നിയിട്ടുണ്ടോ? ആ കെയർ പ്രോസസ്സിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പേഷ്യന്റിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്നതിലൂടെ അവരുടെ ഒരു ആരോഗ്യ സംവിധാനത്തിൽ സാമ്പത്തിക വശം എന്ത് ചെയ്യുന്നു, അവർക്ക് ഉയർത്തിപ്പെടും. അതായത് ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട് പേഷ്യൻസിന്റെ ധാരണ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാട്, അതല്ലേ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്, അല്ലെ? പേഷ്യൻസ് ഇന്ന രീതിയിലുള്ള സർവീസ് നമ്മൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ സർവീസ് അവര് പ്രതീക്ഷിക്കുന്നുണ്ട്, അവരുടെ ധാരണയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കാഴ്ചപ്പാട് അതിനനുസരിച്ചുള്ള നമുക്ക് എന്താ പറയാ സർവീസ് കൊടുക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അത് എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ്മെന്റ് വരും, അതിന് അഭിവൃദ്ധിപ്പെടും. എക്സാമ്പിൾ, ആൻഡ് ആസ് ആൻ എക്സാമ്പിൾ, patient coming into emergency department expects to see and cared for in timely fashion. എക്സാമ്പിൾ എന്താ പറഞ്ഞേക്കുന്നേ? ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റില് പേഷ്യന്റ് വരുവാണെങ്കിൽ അവരെന്താ പ്രതീക്ഷിക്കുന്നത്? അവര് പിന്നെ നോക്കാന്നോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് നോക്കാന്നോ ഒക്കെ പ്രതീക്ഷിച്ചാണ് അവര് വരുന്നത്, എമർജൻസിയിലേക്ക് വരുന്നത്. ചിലപ്പോ അപ്പൊ തന്നെ ഉടനടി അവര് കെയർ ചെയ്യും എന്നാണ്, അല്ലെ? അവർക്കുള്ള ഒരു കാഴ്ചപ്പാട്. വരുന്ന പേഷ്യൻസിന്റെ കാഴ്ചപ്പാട് പെട്ടെന്ന് അവർക്ക്, അതല്ലേ എമർജൻസി അത്യാഹിത വിഭാഗം എന്ന് പറയണേ, അല്ലെ? അല്ലെങ്കിൽ സാധാരണ ഹോമിലേക്ക് പോയി ടിക്കറ്റ് ചീട്ടെടുത്ത് പതുക്കെ ആ പ്രൊസീജിയറിലേക്ക് പോയാൽ മതി. പക്ഷെ നമ്മൾ എമർജൻസിയിലേക്ക് നേരിട്ട് വരിക എന്ന് പറഞ്ഞാൽ അത്രയും ക്രിട്ടിക്കലാണ്. അപ്പൊ അവരുടെ പ്രതീക്ഷ എന്താണ്, അല്ലെ? അവർക്കുടെ പ്രതീക്ഷ എന്താണ്? അവരെ പെട്ടെന്ന് നോക്കും എന്നുള്ളതാണ് അവർക്കുടെ പ്രതീക്ഷ. അപ്പൊ അങ്ങനെ അതിനനുസരിച്ചുള്ള സർവീസ് ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യും, അല്ലെ? അവർക്ക് അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കുന്നുണ്ടോ, അവരുടെ പേഷ്യന്റിന്റെ പ്രതീക്ഷകൾ നിറവേറ്റുന്നുണ്ടോ എന്നുള്ള അവർക്കുടെ ആ ഒരു എന്താ പറയാ അവർക്കുടെ മനസ്സിലുള്ള ഒരു ആകാംക്ഷകള് അല്ലെങ്കിൽ അവര് ഹോസ്പിറ്റലിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ പ്രതീക്ഷകള് നിറവേറ്റുന്നതിലൂടെ ഹോസ്പിറ്റലിലെ ആ ഒരു കെയർ പ്രോസസ്സിൽ നമുക്ക് കുറച്ചും കൂടി അഭിവൃദ്ധിപ്പെടാൻ പറ്റും. എക്സാമ്പിൾ ആണ്, പേഷ്യന്റ് ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുവാണെങ്കിൽ എങ്ങനെ നോക്കണം? അവരെന്താ പ്രതീക്ഷിക്കുന്നത്? എക്സ്പെക്ട് ടു സീ and cared for in timely function. അല്ലെ, അവരെ ഒരു സമയബന്ധിതമായി കാണുകയും അവരുടെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവർക്ക് നല്ല കെയർ കൊടുക്കും എന്നുമാണ് അവര് പ്രതീക്ഷിക്കുന്നത്, അല്ലെ? പേഷ്യന്റ് അങ്ങനെയല്ല ചെല്ലുന്നത്, എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ പ്രതീക്ഷിക്കുന്നത്. അവര് പ്രതീക്ഷിക്കുന്ന അങ്ങനെയാണ്, അല്ലെ? സമയബന്ധിതമായി, ടൈമൊന്നും നോക്കൂല, അല്ലെങ്കിൽ അവിടെ 10 to 5 ഉള്ളൂ, ഇനി ഞങ്ങൾ നോക്കൂല, അങ്ങനെ പറയാൻ പറ്റുമോ? അതാണ് സമയബന്ധിതമായി, അല്ലെ? സമയമൊന്നുമില്ല, 24 hours എമർജൻസി അല്ലെ? ഫ്രണ്ട് ഓഫീസൊക്കെ നമ്മൾ പറഞ്ഞില്ലേ 24 hours വർക്കിംഗ് ആണ്. അപ്പൊ അവരുടെ സമയം ഏത് സമയത്ത് ചെന്നോട്ടെ, എത്ര പാതിരിക്ക് ചെന്നോട്ടെ, ഏത് സമയത്താണെങ്കിലും അവരെ സമയബന്ധിതമായി നോക്കും, അല്ലെ? എന്നുള്ളതാണ് അവർക്കുടെ അവർക്കുടെ പ്രതീക്ഷ, അല്ലെ? അങ്ങനെ നോക്കുമെന്ന് അവര് പ്രതീക്ഷിക്കുന്നു. ഇനി as mentioned, അപ്പൊ നമ്മൾ ഈ മുന്നേ പറഞ്ഞതുപോലെ തന്നെ while the patient remains the ultimate customer of healthcare institution. ഒന്നുകൂടെ അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. എന്താ പറഞ്ഞേക്കുന്നത്? മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പേഷ്യന്റ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനില് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആര് തന്നെയാണ്? കസ്റ്റമർ തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ the patient remains the ultimate customer. എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, അൾട്ടിമേറ്റ് കസ്റ്റമർ ആരാണ്? പേഷ്യന്റ് ആണ്. പേഷ്യന്റ് ആണ് അൾട്ടിമേറ്റ് കസ്റ്റമർ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനിലെ. It also should be emphasized that the people at every level of organization are one another customers and each other performance intertwined. Intertwined എന്ന് വെച്ചാൽ അത് നമ്മള് എന്താ പറയാ, അതിന് ഇഴചേർന്നിരിക്കുന്നു, പരസ്പരം റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഇനി അടുത്ത ഇതിനകത്ത് എന്താ പറഞ്ഞിരുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു കസ്റ്റമർ ഏതാണ്? അൾട്ടിമേറ്റ് കസ്റ്റമർ. ഇനി നമ്മൾ മുന്നേ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ തന്നെ കസ്റ്റമർ ആണ് എന്താണ് ഒരു മെയിൻ അൾട്ടിമേറ്റ് കസ്റ്റമർ എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ഷുഡ് ബി എംഫസൈസ്ഡ്. ഇനി എന്തിനാണ് കൊടുക്കുന്നത്? അവിടെ പ്രാധാന്യം നൽകുന്നത് ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകള് പരസ്പരം കസ്റ്റമേഴ്സ് ആണെന്നും പരസ്പരം അവരുടെ പെർഫോമൻസ് എന്താ ഇഴചേർന്നിരിക്കുക, ഇന്റർടൈൻഡ് എന്ന് പറഞ്ഞാൽ പരസ്പരം അത് ഇഴചേർന്നിരിക്കുക. നമ്മൾ പറഞ്ഞില്ലേ എന്താ പറയാ, ഒരു അവർക്ക് ഇവിടെ ഹോസ്പിറ്റലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾക്ക് തമ്മിൽ പരസ്പരം ഒരു ബന്ധം വേണം, സ്റ്റാഫുകൾക്ക് തമ്മിൽ ഒരു റിലേഷൻ വേണം, അഡ്മിനിസ്ട്രേഷനുമായിട്ട് ഒരു ബന്ധം വേണം അല്ലെ? അപ്പൊ എന്താണ് ഓരോരുത്തരുടെയും പെർഫോമൻസ് പരസ്പരം ഇഴചേർന്നിരിക്കുകയാണ്. ആ ഓരോ പ്രൊസീജിയറില്ലേ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ചെല്ലുന്നത് റിസപ്ഷൻ അല്ലെ, അവിടെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, നെക്സ്റ്റ് നമ്മൾ ഒപിയിൽ ഡോക്ടറെ കാണുന്നു, ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് നെക്സ്റ്റ് ഡയഗ്നോസിസ് എന്തെങ്കിലും ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഇമേജിംഗ് ടെക്നോളജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നു, എക്സ്റേ സ്കാനിങ് എടുക്കുന്നു, റിപ്പോർട്ട് തിരികെ വരുന്നു, ഫാർമസിയിലേക്ക് മരുന്നുകൾക്ക് വരുന്നു അല്ലെ? അങ്ങനെ ആ ഒരു ഇത്. അപ്പൊ അതെന്ന് വെച്ചാൽ ഒരാൾക്ക് മാത്രം നമുക്ക് എന്താ അവിടുത്തെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് അത് പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഇഴചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു കസ്റ്റമർ ഒരു അൾട്ടിമേറ്റ് കസ്റ്റമറായി തുടരുമ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ എല്ലാ തലത്തിലുള്ള ആളുകള് കസ്റ്റമേഴ്സ് ആണെന്നും അവരെങ്ങനെയാ പരസ്പരം ഇന്റർടൈൻഡ്, അവർ പരസ്പരം ഇഴചേർന്നിരിക്കുകയും വേണം. The goal is for each to meet or exceed the needs and expectation of groups department to be ready for the patient, and in turn the emergency physician relays quick test results from the laboratory and radiology department. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഒരു പേഷ്യന്റ് ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതകളും അല്ലെങ്കിൽ അവരുടെ ആ പ്രതീക്ഷകളും ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അതിനും അപ്പുറം, എക്സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനും അപ്പുറമായിട്ട് കവിയുക. To meet or exceed the needs and the expectation of group departments. ഗോൾ എന്ന് പറഞ്ഞതാണ് ഓരോരുത്തരും ആവശ്യങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ടോ, പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനപ്പുറം കവിയുന്നുണ്ടോ, ഗ്രൂപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ എന്താണ് കവിയോ ചെയ്യുന്നുണ്ടോ? അപ്പൊ ഇതിനനുസരിച്ച് ആ ഒരു പ്രതീക്ഷകള്, പ്രതീക്ഷകള് ആവശ്യങ്ങളും അത് പേഷ്യന്റിനായിട്ട് ആർക്ക് വേണ്ടി ടു ബി റെഡി ഫോർ പേഷ്യന്റിനായിട്ട് അത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഗോൾ എന്ന് പറയുന്നത്. And in turn, emergency physician relies on quick test. അതെങ്ങനെയാ? എമർജൻസി ഫിസിഷ്യൻ എന്താണ് പെട്ടെന്ന് ആ ടെസ്റ്റുകൾക്ക് ക്വിക്ക് ടെസ്റ്റ്, പെട്ടെന്ന് ടെസ്റ്റുകൾ കൊടുക്കുന്നു, അതിന്റെ റിസൾട്ട് അല്ലെ ലബോറട്ടറിന്ന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ റിസൾട്ട് കിട്ടുന്നു, അതിനനുസരിച്ച് പേഷ്യൻസിനെ റെഡിയാക്കുന്നു അല്ലെ, അതിനെ നോക്കുന്നു, പേഷ്യൻസിനെ എന്താ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു, അതിന്റെ റിസൾട്ട് പെട്ടെന്ന് മേടിച്ചിട്ട് എമർജൻസി ഫിസിഷ്യൻ പേഷ്യൻസിനെ റെഡിയാക്കുന്നു, അവരുടെ പ്രതീക്ഷകളെ മീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ കവിയുന്നതുമായിട്ടുള്ള എന്താ അതിന്റെ അനുസരിച്ചുള്ള അതിനെ കവിയുന്ന രീതിയിലുള്ള ഒരു സർവീസ് കൊടുക്കുക, അതാണ് അവിടെ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഏകദേശം ആ പാരഗ്രാഫിലൊക്കെ ഉള്ളതൊക്കെ സെയിം ആയിട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മൾ നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കുക, നല്ല പേഷ്യന്റ് കെയർ കൊടുക്കുക, അത് പല രീതിയിലാണ്. അപ്പൊ അതിനൊരു ഇതായിട്ടാ പറഞ്ഞേക്കണേ, എമർജൻസി ഫിസിഷ്യൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലാബിൽ നിന്ന് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ടെസ്റ്റുകളുടെ റിസൾട്ട് പെട്ടെന്ന് എത്തിച്ചിട്ട് പേഷ്യന്റിന് എന്താ അതിന് അവര് റെഡിയാക്കുക അല്ലെ, റിസൾട്ട് കിട്ടി പെട്ടെന്ന് തന്നെ അതിന് ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റും കൊടുക്കുക. ഇനി നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നേ? leadership. Leadership is essential at every level of strengthen the objectives and vision of an organization, product or service. എന്താ പറഞ്ഞേക്കുന്നേ? ഈ നമ്മുടെ ലീഡർഷിപ്പ്, നേതൃത്വം
കണ്ടോ? എല്ലാ തലങ്ങളിലുമുള്ള എല്ലാ ലെവലിലുമുള്ള നമുക്ക് ആ ലക്ഷ്യങ്ങളും ഒബ്ജക്റ്റീവ്സ് ആൻഡ് മിഷൻ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ഒക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് നമുക്ക് ലീഡർഷിപ്പ് ആവശ്യമാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. എന്താ പറഞ്ഞേക്കുന്നേ? ഒരു ഓർഗനൈസേഷന്റെയോ മിഷൻ ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷന്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെയോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ്, ഒരു സേവനത്തിന്റെയോ ലക്ഷ്യങ്ങള് അല്ലെങ്കിൽ അതിന്റെ ദൗത്യങ്ങള്, മിഷൻ, ഒബ്ജക്റ്റീവ്സ് ആൻഡ് മിഷൻ ആണ്. ലക്ഷ്യങ്ങളും അതിന്റെ മിഷൻ ദൗത്യങ്ങളും ഒക്കെ ശക്തിപ്പെടുത്തുന്നതിന്, സ്ട്രെങ്തൻ ചെയ്യുന്നതിന് എന്താവശ്യമാണ്? ലീഡർഷിപ്പ് ആവശ്യമാണ്. അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. But dash is essential at every level of strengthen the objectives and mission of an organization, product or services. Okay. പിന്നെ പറഞ്ഞേക്കുന്നേ ലീഡർഷിപ്പ് ആവശ്യമാണ്. ഒരു ഓർഗനൈസേഷന്റെയോ ഒരു പ്രൊഡക്റ്റിന്റെയോ ഒരു സേവനത്തിന്റെയോ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? എല്ലാ ലെവലിലുമുള്ള ഒരു ലീഡർഷിപ്പ് ആവശ്യമാണ്. അണ്ടർലൈൻ ചെയ്തില്ല സെന്റൻസ്? അത്രയും മതി കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. വലിയ വലിയ പാരഗ്രാഫ് ആവുമ്പോഴേ നമ്മൾ ഒരുപാട് വായിച്ച് പറയുമ്പോൾ എങ്ങനെ എഴുതുന്നുണ്ട് നിങ്ങൾക്കും ബോറടിക്കാം. ഇനി ഒരു 2 മിനിറ്റ് അല്ലേ ഉള്ളൂ. ബാക്കി പാരഗ്രാഫ് അടുത്ത് നോക്കാം. ഒരു ക്ലാസ് ചെയ്തില്ല എന്തായാലും. കുറച്ച് വലിയ പാരഗ്രാഫാണ്. പോയിന്റ്സ് ആണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. പെട്ടെന്ന് ഇതിപ്പോ ചെറിയ ചെറിയ പോയിന്റ്സ് ആക്കി തരുവാണെങ്കിൽ നമുക്ക് പഠിക്കാനും വേഗം കഴിയും. പെട്ടെന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, പെട്ടെന്ന് പഠിക്കാനും കഴിയും, നമ്മുടെ ടോപ്പിക് തീരും. ഒരു 2 പാരഗ്രാഫ് കൂടി ഉണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്ത് ഇതുപോലെ നോട്ട് ചെയ്ത് പോകാം. ഓക്കെ, എന്നാ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നോക്കാം കേട്ടോ. ഓക്കെ, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. എടുത്തതില് നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ട് ആ പോയിന്റ്സുകൾ മാത്രം നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ. അല്ലാതെ ഫുൾ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യാനോ അങ്ങനെ അതിനെ പോണ്ട. പർപ്പസ്, ക്വാളിറ്റി അഷുറൻസിന്റെ പർപ്പസ് പറഞ്ഞു, പ്രിൻസിപ്പിൾ ഓഫ് ക്വാളിറ്റി അഷുറൻസ് പറഞ്ഞു, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസും പറഞ്ഞു. ഓക്കെ, 2 പേജ് അത്രയും നമ്മൾ ജസ്റ്റ് നോക്കിയിട്ടുള്ളൂ. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ മതി. ഇതായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഓടിച്ചു പോകേണ്ട. പാരഗ്രാഫ് തന്നെ വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്നുള്ള കുഞ്ഞു കുഞ്ഞു ബോക്സുകൾ നോട്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ.